നമ്മുടെ യാത്ര വിയന്നയിൽ നിന്നും ബുഡാപെസ്റ്റിലോട്ടാണ്. അതിൻ്റെ മധ്യേയുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. അവിടുത്തെ ഹൈവേ, ബുഡാപെസ്റ്റിലോട്ടുള്ള ഹൈവേയിലെ ഒരു പാർക്കിംഗ് സോണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഭയങ്കര കാറ്റും തണുപ്പും ഉള്ള ഒരു മേഖലയാണിത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് നമ്മളിപ്പം ബുഡാപെസ്റ്റിലെത്തും. നമ്മൾ അവിടെ ഒരു എയർബിഎൻബി ആണ് ബുക്ക് ചെയ്തിരുന്നത്. അവിടെ ഇൻക്ലൂഡിങ് കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ എയർപോർട്ടിനടുത്തായിട്ട് ഈ ഒരു വീട് ബുക്ക് ചെയ്തത്. ഇതാണ് മുറി. നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കയറി വരുന്നിടത്ത് ഇരുന്ന് ടി വി ഒക്കെ കാണാൻ പറ്റുന്ന സ്ഥലം. അത് കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതാണ് ബെഡ്റൂം. അതുപോലെ നമ്മളിവിടുന്ന് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കിച്ചൺ കാണാം. ഭയങ്കര സ്പേഷ്യസാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വരവിൽ ഏറ്റവും നല്ല ഒരു റൂം കിട്ടിയിരിക്കുന്ന ഇതാ. അടിപൊളി റൂമാണ്. സോന റൂമുണ്ട് ഇത്. യെസ്, ഇതൊരു ബാത്റൂമാണ്. ഷവർ, അതുപോലെ ഇത് സോന വരെ ഉണ്ട് ഇതിനകത്ത്. കണ്ടോ? നമുക്ക് കിട്ടിയിരിക്കുന്നത് നിയർ അബൌട്ട് 70 യൂറോയാണ്. അതായത് ഒരു 250 റിയാൽ. ഇതാണ് ടോയ്ലറ്റ് സെപ്പറേറ്റ് ആണ്, ബാത്റൂം സെപ്പറേറ്റ് ആണ്. ഇതാ ബാത്റൂം. ഇതിലോട്ട് നമ്മൾ ഇറങ്ങി പോകുന്ന സ്ഥലം. സ്മോക്കിങ്ങിനൊരു ഏരിയ ഉണ്ട്. ഇതിനകത്ത് സ്മോക്ക് ചെയ്യാൻ പാടില്ല. അവിടെ ബാൽക്കണിയിൽ ഒരു ഏരിയ ഉണ്ട്. സെക്കൻഡ് ബെഡ്റൂം. ഇത് കൊള്ളാം. ഇത് കൊതുക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. പക്ഷേ അപ്പോൾ ഇത് ബാൽക്കണി. ഇതവരുടെ ബാക്ക് യാർഡാണ് ഈ വീടിൻ്റെ. നമുക്ക് സ്മോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് സ്മോക്ക് ചെയ്യാം, സ്മോക്ക് ചെയ്യുന്നവർക്ക്. ഓ നൈസ്. ഇതാണ് ഇവരുടെ ബാക്ക് യാർഡ്. ഇതൊക്കെ ബുഡാപെസ്റ്റിലെ ഓരോ ലോക്കൽസിൻ്റെ വീടുകളാണ്. എയർബിഎൻബി ആണെങ്കിലും അത് 4 സ്റ്റാർ ആ ഒരു റാങ്കിങ് കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിനേക്കാളിലും ഫെസിലിറ്റീസും ക്ലീൻനെസ്സും അതിൻ്റേതായ ഒരു നീറ്റ്നെസ്സും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഒരു എയർബിഎൻബി ആണിത്. ഇതിൽ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കിവിടെ രണ്ടാമതാർക്കും ബുഡാപെസ്റ്റ് വരുമ്പോൾ സ്റ്റേ ചെയ്യണമെങ്കിൽ ഈ ഒരു ഇമെയിൽ എടുത്ത് അയച്ചാൽ മതി. നമ്മളങ്ങനെ ബുഡാപെസ്റ്റിൽ വന്നപ്പം നമ്മുടെ റിയാദിലുള്ള ഫ്രണ്ടിനെ കണ്ടു, അനൂപ്. ഇരുട്ടത്ത് കാണത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾ കുറേ ഒരു 35 മിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ താമസിക്കുന്ന ഇടമായിട്ട് ഇവരുടെ. എന്തായാലും ഇവരെ ഇവിടെ വന്ന് കണ്ടു. എന്നിട്ട് നമ്മളിവിടെ നിന്ന് തിരിച്ചിപ്പം പോവാണ്. റൂം ഇവിടാണ്, ഈ ഒരു ഭാഗത്ത്. ഞങ്ങളിവിടുന്ന് നിയർ അബൌട്ട് 35 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഇതാ കിടിലം വണ്ടി, സൂപ്പർ വണ്ടിയാണ്, നല്ല ഹെവി വണ്ടിയാണ് ഇത്. സൂപ്പർ. നമ്മളങ്ങനെ ബുഡാപെസ്റ്റിൽ ഡിന്നർ കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. ഡ്രം കഫേ എന്ന് പറഞ്ഞിട്ട്. ലങ്കോഷ് ആൻഡ് ഗുലാഷ് ബാർ. ഇവിടെ വന്നു. വണ്ടി ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ ഹോട്ടലിലോട്ട് പോകും. കഴിച്ച ഡ്രം കഫേ എന്ന്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ തിരികെ നമ്മുടെ എയർപോർട്ടിനടുത്തുള്ള ആ ഒരു ഹോട്ടലിലോട്ട് പോവാം. നമ്മൾ നേരെ ഹോട്ടലിലോട്ട്. താമസിച്ച സ്ഥലമാണ് ഈ ഒരു എയർബിഎൻബിയുടെ ഒരു അപ്പാർട്ട്മെൻറ്റ്. അടിപൊളി. എല്ലാം ചെക്ക് ചെയ്തു. സാധനങ്ങളെല്ലാം നമ്മൾ ടേക്ക് ഓഫ് ചെയ്യണം പോകുന്നതിന് മുമ്പ്. എല്ലാം ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആക്കി നമ്മൾ യൂസ് ചെയ്തതൊക്കെ നീറ്റാക്കി ഇട്ടു. അതിനുശേഷം ഇനിയിപ്പം രാവിലെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. 7:45 സമയം. നമ്മളിവിടുന്ന് നേരെ എയർപോർട്ട്. ഇവിടുന്നൊരു 7 മിനിറ്റ്
10 മിനിറ്റ് എയർപോർട്ടിൽ ചെല്ലാം. 11 മണിക്കാണ് ഫ്ലൈറ്റ്. ഇതാണ് ഔട്ട്സൈഡ് സിറ്റുവേഷൻ. തണുപ്പുണ്ട്, അത്യാവശ്യം വെയിലുമുണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ഇറങ്ങാം. ചെക്കൗട്ട് ചെയ്യുന്നു. അവർ വന്ന് കീ ഹാൻഡ് ഓവർ ചെയ്ത് വാങ്ങി താങ്ക് യു പറഞ്ഞു. നമ്മൾ ഫിരിയാണ് നേരെ എയർപോർട്ടിലോട്ട്. നമ്മൾ കാറ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ഇതാ ഈ ഒരു ഷില്ലർ എന്ന് പറഞ്ഞ റെൻ്റക്കാരായിരുന്നു. അവരെല്ലാം വന്ന് ചെക്ക് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ റിട്ടേൺ ചെയ്യുന്ന പ്രോസസ്സിലാണ്. ഇതിന് ശേഷം നമ്മൾ നേരെ എയർപോർട്ടിനുള്ളിലോട്ട് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. ഇവിടുന്ന് ഉള്ളിലോട്ട് നടക്കണം, കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടക്കണം. ഇതേക്കാർ നമ്മളിവിടെ കൊടുത്തു വിടുന്നതിന് നമുക്ക് ഫ്രീ ഷട്ടിൽ ബസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഷട്ടിൽ ബസ്സിൽ നേരെ ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോകുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ റെൻ്റ് കാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവർ തരുന്നൊരു സർവീസാണ്. ലഗേജൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് അവർ നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. എയർപോർട്ടിലെത്തി. എയർപോർട്ടിൻ്റെ നമ്മളെത്തി. ഇനിയിപ്പം 11 മണിക്ക് ഫ്ലൈറ്റ്. 3 മണിക്കൂർ ടൈമുണ്ട്, കുഴപ്പമില്ല. ബസ്സിൽ ഇറങ്ങി റെൻ്റക്കാർ എടുക്കുന്നവർക്ക് ഈ ഒരു മിനി ബസ് എന്ന് പറഞ്ഞിട്ട് എയർപോർട്ട് ഷട്ടിലിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമ്മളെ റെൻ്റക്കാറിൻ്റെ അവിടെയും കൊണ്ടുവിടും. കാര്യം ഇവിടുന്ന് റെൻ്റക്കാറിൻ്റെ അവിടോട്ട് നടക്കേണ്ട ആവശ്യമില്ല. ലഗേജ് ഇടാൻ വേണ്ടി നിൽക്കുക, ബോർഡിംഗ് പാസ് എടുക്കാൻ. ചെറിയൊരു ഏരിയയാണ് ഈ എയർപോർട്ടിനകമെന്ന് പറയുന്നത്. ഇത് ഡിപ്പാർച്ചർ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. എയർപോർട്ട് അത്ര വലിയ എയർപോർട്ടൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ. ബുഡാപെസ്റ്റ് എയർപോർട്ടിൻ്റെ ചെക്കിനെല്ലാം കഴിഞ്ഞ് ബാഗേജ് ഒക്കെ സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഉള്ളിലോട്ട് വന്നപ്പം കാണുന്ന ആ ഒരു ചെറിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണിത്. ഇത്രയേ ഉള്ളൂ എയർപോർട്ടിന് ഉൾവശം. ഇനിയിപ്പം ഇതിവിടെ അത്യാവശ്യം നല്ല വിലയാണ്, വലിയ വില കുറവൊന്നുമില്ല. പെർഫ്യൂമും അതും ഇതുമൊക്കെ നോക്കിയാൽ 200 യൂറോ, 119 യൂറോ, 150 യൂറോ. നല്ല അത്യാവശ്യം എക്സ്പെൻസീവാണ് നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. കള്ളും സിഗരറ്റും ആണ് ഇവിടെ മൊത്തം ഒരു ഭാഗത്തുള്ളത്. പിന്നെ പെർഫ്യൂം, പിന്നെ കോസ്മെറ്റിക്സ്. നമ്മളങ്ങനെ ഉള്ളിലോട്ടെത്തി. ഇത്രയേ ഉള്ളൂ എയർപോർട്ടിൻ്റെ ഉൾഭാഗം, ലോഞ്ചിൻ്റെ ആ ഒരു ഭാഗം. ഇത്രയേ ഉള്ളൂ. മേളൊരു കോസ്റ്റ കോഫിയൊക്കെ ഉണ്ട്. ഫ്ലൈറ്റ് 11:30-ക്കാണ്. ഇപ്പം സമയം 10 മണി. നമ്മളിവിടെ ഒരു ലോഞ്ചിൽ വന്നിരിക്കുക. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചൈനീസ് ഫ്ലൈറ്റ് ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ബോർഡിങ് എല്ലാം കഴിഞ്ഞ് അവിടെ ആ റെസ്റ്റോറൻറ്റിലെല്ലാം കയറി ലോഞ്ചിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇമിഗ്രേഷൻ്റെ അവിടെ മുടിഞ്ഞ ക്യൂ. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടേ നമ്മൾ നമ്മുടെ ഗേറ്റിന് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. B-22 ആണ് നമ്മുടെ ഗേറ്റ്. നമ്മുടെ വിസ റിയാദ്. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ഇത് വേറെ പറയാ. ബോർഡിംഗ് പാസ് മാറി ക്യൂവിൽ കയറി, ലണ്ടൻ്റെ ക്യൂവിൽ കയറി നിന്നു കുറേ നേരം. അതിന് ശേഷം എന്താ തിരിച്ച് നമ്മുടെ റിയാദിൻ്റെ ക്യൂവിൽ വന്നു. ഇനി നമ്മളിതാ ഇപ്പം ബോർഡ് ചെയ്യാൻ പോകുന്നു. ബോർഡിങ് ആവുന്നു. കയറി ഇതാണ് ഗേറ്റിന് അങ്ങോട്ട് പോകുന്നു. -1. ബോർഡ് ചെയ്യാനാണ്. നമ്മളങ്ങനെ ബസ്സിൽ കയറി ഇനിയിപ്പോൾ നേരെ ഫ്ലൈറ്റിലോട്ട് പോവുകയാണ്. നല്ല തണുപ്പാണ് ഔട്ട് സൈഡിൽ. 1 ഡിഗ്രിയാണ് കാണിക്കുന്നത്. 1 ഡിഗ്രി. വെയിലൊക്കെ ഉണ്ടെങ്കിലും തണുപ്പിന് യാതൊരു കുറവുമില്ല. ഷാങ്ഹായ് എയർലൈൻ. ഇഷ്ടംപോലെ ചൈനീസ് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ.
ഫ്ലൈറ്റ് ഇതാണ് വിസ് എയർ. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഇനിയിപ്പം 10 മിനിറ്റാകും ടേക്ക് ഓഫാണ്. ഫ്ലൈറ്റ് ഫുള്ളൊന്നുമല്ല, അത്യാവശ്യം കാലിയ ഇവിടെയൊക്കെ. റിവർ ഒഴുകുന്നുണ്ട് ഇതുവഴി, അങ്ങ് നീളത്തിൽ പോകുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ യാത്ര ഏതാണ്ട് 4-5 മണിക്കൂർ കൊണ്ട് റിയാദിലെത്തും. എല്ലാവർക്കും ഇനി നമ്മുടെ പുതിയ യാത്രാ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.